Hello friends, welcome back to Robinson Set. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു വിഷ്വലിലുള്ള സ്കൈ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്കൈ റീപ്ലേസ് ചെയ്യാൻ കുറേ വഴികളുണ്ട്. ഫ്യൂഷനിൽ ചെയ്യാം, ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാം, അങ്ങനെ പല വഴികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ ഡാവിഞ്ചിയുടെ കളർ ടാബിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്കൈ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഒരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു സ്കൈ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു റീപ്ലേസ് ചെയ്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും മാച്ച് ആയിട്ടുള്ള ഒരു സ്കൈ ആണ് റീപ്ലേസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഓൾറെഡി ചെയ്ത് വെച്ചൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാണ്. റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കളറിൽ റീസെറ്റ് ഓൾ ഗ്രേഡ്സ് ആൻഡ് നോട്ട്സ് കൊടുക്കുക. ഇപ്പൊ എല്ലാം അതിന്റെ ഗ്രേഡ്സും നോട്ട്സ് എല്ലാം പോയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതിന്റെ എഡിറ്റ് ടാബിൽ ഒന്ന് കുറച്ച് ക്ലിപ്പ് കുറച്ചുകൂടി ലെങ്ത് ഉള്ള ഒരു ക്ലിപ്പ് ആക്കി വെക്കാണ്. ഓക്കെ, ഇത്ര. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വിഷ്വല്. അപ്പൊ നമുക്ക് ഈ വിഷ്വലിലുള്ള ഈ സ്കൈ ആണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, പുതിയൊരു സ്കൈ അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു ചെറിയൊരു പ്രൈമറി കറക്ഷൻ കൊടുക്കാം. പ്രൈമറി കറക്ഷൻ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ആ നോഡ് സെലക്ട് ചെയ്തു. അതിന്റെ ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ്, അതിന്റെ കോൺട്രാസ്റ്റ് ഒക്കെ ഒന്ന് ഞാൻ ബാലൻസ് ചെയ്യാണ്. വളരെ വേഗത്തിലൊന്ന് സിമ്പിളായിട്ട് ചെയ്തു പോവാണ്. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു ബാലൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിലേക്ക് പുതിയൊരു നോഡ് ആഡ് ചെയ്യാണ്. അപ്പോൾ പുതിയ നോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സീരിയൽ നോഡാണ് ആഡ് ചെയ്യുന്നത്. സീരിയൽ നോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ എസ് അല്ലെങ്കിൽ ഓൾട്ട് എസ് അടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളറിൽ പോയതിനു ശേഷം നോഡിൽ ആഡ് സീരിയൽ നോഡ് കിട്ടും. അപ്പൊ നമ്മൾ ഒരു സീരിയൽ നോഡ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ലെയർ നോഡാണ്. അപ്പം സീരിയൽ നോഡ് ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിനെ ലെയർ നോഡാക്കി മാറ്റുന്നത്. അപ്പൊ ജസ്റ്റ് താഴേക്ക് വരിക, ആഡ് ലെയർ നോഡ് കൊടുക്കുക. ഓപ്ഷൻ എല് അല്ലെങ്കിൽ ഓൾട്ട് എല് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ട, ഇതൊരു ലെയർ നോഡായി മാറിയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സീരിയൽ നോഡ് എന്തായിട്ടുണ്ട്, ഒരു ലെയർ നോഡായിട്ടുണ്ട്. അപ്പൊ ഈ ലെയർ നോഡിൽ നമ്മൾ ഈ താഴെയുള്ള നോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്കൈനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്കൈനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്വാളിഫയർ എടുക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആളുകളാണെങ്കിൽ ക്വാളിഫയർ എന്താണെന്ന് ഐഡിയ കിട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് പഴയ ക്ലാസ്സുകളൊന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വാളിഫയർ എന്താണെന്ന് മനസ്സിലാവും. ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഹൈലൈറ്റ് മോഡ് ഒന്ന് ഓൺ ചെയ്തു നമുക്ക് ആ ക്വാളിഫൈ ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് കുഴപ്പമില്ല. കുറച്ച് പക്ഷെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ വിഡ്ത്ത് ഒന്ന് കുറച്ച് കൂട്ടാണ്. ഓക്കെ, താഴെയൊക്കെ കുറച്ച് സെലക്ട് ആയിട്ടുണ്ട്, അതിനൊന്ന് റിഫൈൻ ചെയ്യണം. ഓക്കെ, ഹൈ പാർട്ട് ഇച്ചിരി കൂട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വൈറ്റിൽ കയറിപ്പോയിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ക്ലീൻ വൈറ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ കുറച്ച് പോയിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ബ്ലാക്ക് ഒന്ന് ആഡ് ചെയ്യാണ്. ഓക്കെ, ചെറിയൊരു ഡീനോയ്സും കൂടെ കൊടുക്കുകയാണ്. എവിടെയെങ്കിലും നോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി. ഒപ്പം തന്നെ ഒരു ബ്ലറും കൊടുക്കും. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി വൈറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് മോഡ് ഓഫ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ സ്കൈ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട സ്കൈ, അതായത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സ്കൈ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗാലറിയിലേക്കല്ല പോകേണ്ടത്, നേരെ മീഡിയ പൂളിലേക്ക് പോകും. അപ്പൊ മീഡിയ പൂൾ എടുക്കുക. മീഡിയ പൂൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവിടെ സ്കൈ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്കൈ ഇവിടേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ആഡ് ചെയ്ത സ്കൈനെ എന്ത് ചെയ്യാണ്, ഡ്രാഗ് ചെയ്ത് എന്ത് ചെയ്യാണ്, നമ്മുടെ നോഡൊക്കെ ഉള്ള ഏരിയയിലേക്ക് ഒന്ന് ആഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാണാം, ഇതൊരു എക്സ്റ്റേണൽ മാറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു സ്റ്റിൽ ഇമേജ് ആണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സ്റ്റേണൽ മാറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഗാലറിയിൽ ഇതേപോലെ സ്റ്റിൽ ഉണ്ടാവും. ഈ സ്റ്റില്ല് ഇങ്ങോട്ട് വലിച്ചിട്ടാൽ വരില്ല. നിങ്ങൾ മീഡിയ പൂളും തന്നെ എന്ത് ചെയ്യണം, സ്റ്റില്ല് വലിച്ചിടണം, എന്നാൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ മീഡിയ പൂൾ ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്റ്റേണൽ മാറ്റ് നിങ്ങൾ നോക്കാം. അപ്പൊ ഇതിൽ ഒരു
4 ബ്ലൂ സ്ക്വയർ കാണാം, ഒപ്പം തന്നെ ഒരു ഗ്രീൻ ആണ്. ഇതിന് ഈ ഏറ്റവും ബോട്ടം ഉള്ള ഗ്രീൻ ഇതാണ് നമ്മുടെ RGB ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ RGB ഔട്ട്പുട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത നോഡിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ നോക്കിയിട്ട് കാണാം, ഇവിടുന്ന് RGB ഔട്ട്പുട്ട് അടുത്ത RGB ഇൻപുട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബ്ലൂ കോളംസ് എന്ന് പറയുന്നത് ആൽഫ ഔട്ട്പുട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ യൂസിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ ആൽഫ ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കണക്ട് ചെയ്യണം. നമ്മുടെ സ്കൈനെ എന്ത് ചെയ്യണം, നമ്മുടെ വിഷ്വലിലേക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ എഫക്ട്സ് എടുക്കുക. ഓപ്പൺ എഫക്ട്സിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള എഫക്റ്റ് ആണ്. ഡാവിഞ്ചിയിൽ ജസ്റ്റ് താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസോൾവ് എഫക്ട്സ് ട്രാൻസ്ഫോമിൽ വരിക. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ച് മൂവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മാച്ച് മൂവ് എന്ന് പറഞ്ഞ എഫക്റ്റിന് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ഈ താഴെയുള്ള നോഡിലേക്ക് ആഡ് ചെയ്യുക. താഴെയുള്ള നോഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്ന് ഓപ്പൺ എഫക്ട്സ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ ഈ മാച്ച് മൂവ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാൻ ഈ നോഡിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ആഡ് OFX ഇൻപുട്ട് എന്നൊരു ഓപ്ഷൻ. ഇതൊന്ന് ടിക്ക് ചെയ്യുക. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾ നോക്ക് ഇവിടെ ഒരു ഇൻപുട്ട് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ഒന്നുകൂടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, യൂസ് OFX ആൽഫ എന്നുള്ളൊരു ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആൽഫ ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു എക്സ്റ്റേണൽ മാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്ത് നമ്മൾ ആൽഫ ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിന് അൺടിക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സ്റ്റേണൽ മാറ്റിനെ എടുത്തിട്ട് പതിയെ ഈ ഒരു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക, വിടരുത്. ഈ ഒരു ഇൻപുട്ടിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കിയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ നമ്മുടെ സ്കൈ എന്തായിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്. ഇനി അത് കാണാൻ വേണ്ടി ഈ നോഡ് സെലക്ട് ചെയ്യാം. കുറച്ച് താഴോട്ട് പോയി. ഓക്കെ, ഈ ഓപ്പൺ എഫക്ട്സിൽ വരിക, സെറ്റിംഗ്സിൽ വരിക. ഇവിടെ ട്രാക്കിംഗ് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കോംബോ സെറ്റിംഗ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ സ്കൈ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് കാണാം സ്കൈ കുറച്ച് ചെറുതാണ് അല്ലെ. അപ്പൊ അതിനൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കോംബോ സെറ്റിംഗിൽ നിന്ന് ഇതിന് പൊസിഷനിങ് ആക്കുക. പൊസിഷനിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രിഡ് പോലത്തെ ഒരു സാധനം കിട്ടും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും, അത് കൊടുത്തു കഴിഞ്ഞാലും ഗ്രിഡ് കിട്ടില്ല, ഇങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വരിക. അതിനുശേഷം ഓപ്പൺ എഫക്ട്സ് എന്നുള്ളത് ആക്റ്റീവ് ആക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഗ്രിഡ് ആക്റ്റീവ് ആവും. ഞാൻ ജസ്റ്റ് ആ ഗ്രിഡിനെ ഒന്ന് മുകളിലേക്ക് വെക്കുകയാണ്. ഒപ്പം തന്നെ ആ ഗ്രിഡിന് ഇച്ചിരി ഒന്ന് വലുതാകും. സത്യത്തിൽ ഗ്രിഡ് അല്ല, നമ്മുടെ ഇമേജാണ് വലുതാവുന്നത്. ഓക്കെ, ഞാനൊന്ന് വലുതാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും ഞാനൊന്ന് കോമ്പോസിറ്റിംഗ് ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ സ്കൈ അവിടെ കറക്റ്റ് ഫിറ്റ് ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ സ്കൈയും വിഷ്വൽ രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കൈ കൊണ്ടുവന്നത്. നമ്മൾ എന്താണ് മാച്ച് ആവുന്ന രീതിയിലുള്ള സ്കൈസ് ഉപയോഗിക്കുക. എനിവേ നമുക്ക് ഇതിനൊന്ന് കുറച്ചൊന്ന് ഇതുമായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇതിന്റെ കളറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. നമ്മുടെ ഇമേജിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതുമായിട്ടൊന്ന് ബാലൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ലെയർ തന്നെ ഒന്നുകൂടി എടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കീയിങ് കാണാം. ഈ കീയിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കീ ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ പഴയ സ്കൈ തന്നെയാവും. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു രണ്ടും കൂടി ഒരു ബ്ലെൻഡ് ആവുന്ന സ്റ്റേജിലേക്ക് ഒക്കെ. അപ്പൊ നോക്ക് ഓൾമോസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട് രണ്ട് സ്കൈയും കൂടെ. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ മാച്ച് ആവുന്നുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോട്ടം ലെയർ ഒന്നുകൂടി ഒന്ന് അതിന്റെ ഷാഡോ ഹൈലൈറ്റ് ഒന്നുകൂടി എന്ത് ചെയ്യാം, ഇച്ചിരി കട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം എന്തായിട്ടുണ്ട്, രണ്ടും മാച്ച് ആയിട്ടുണ്ട്. സ്കൈ അവിടെ റീപ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി. നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യം മനസ്സിലാവും. അതായത് സ്കൈ അവിടെ സ്റ്റില്ലായി നിൽക്കുകയാണ്.
പക്ഷെ നമ്മുടെ വിഷ്വൽ എന്ത് ചെയ്യുന്നുണ്ട്, പതിയെ അനങ്ങുന്നുണ്ട്. അപ്പൊ ഇച്ചിരി മൂവ്മെന്റ് ഒക്കെ ഉള്ള ക്ലിപ്പ് ആണെങ്കിൽ നമ്മുടെ ആ സ്കൈ അവിടെ എന്തായിരിക്കും, ഇങ്ങനെ സ്റ്റാറ്റിക് ആയി നിൽക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ നോഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഓപ്പൺ എഫക്ട്സ് വരിക. ഓപ്പൺ എഫക്ട്സ് വന്നതിന് ശേഷം നമ്മൾ ആ വിഷ്വലിന്റെ മൂവ്മെന്റ്സിനനുസരിച്ചിട്ട് സ്കൈയും എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഔട്ട്പുട്ട് ട്രാക്കിംഗ് ആക്കുക. ട്രാക്കിംഗ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കൈ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും, പക്ഷെ പേടിക്കാനില്ല, സ്കൈ അവിടെ തന്നെ ഉണ്ട്. എന്ത് ചെയ്യാം, ഒരു 3 ട്രാക്കിംഗ് പോയിന്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ജസ്റ്റ് ഇവിടെ ഒരു ട്രാക്കിംഗ് പോയിന്റ് കൊടുത്തു, രണ്ടാമത് ഇവിടെ ഒരു ട്രാക്കിംഗ് പോയിന്റ് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് മാച്ച് ആവുന്ന സ്ഥലം നോക്കിയിട്ടാണ് ട്രാക്കിംഗ് പോയിന്റ് ആഡ് ചെയ്തത്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് സ്റ്റാർട്ടിങ്ങിലേക്ക് വെച്ചു. ദെൻ നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എന്നോട് ഒരാൾ സംശയം ചോദിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡാവിഞ്ചിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എഡിറ്റിങ്ങോ കളറിങ്ങോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. അത്തരം കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ FCPയിലുള്ള കളറിങ് കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പൊ അത് FCPയിലുള്ള കളർ ഗ്രേഡിങ് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഒന്ന് അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു ക്ലാസ്സും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ അതൊരു എനർജി ആയിട്ട് വരും. ഓക്കെ, അപ്പം നമ്മുടെ ട്രാക്കിംഗ് ഏകദേശം തീരാനായിട്ടുണ്ട്, ഒരു 80% ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ട്രാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ട്രാക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കോമ്പോസിറ്റിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം സ്കൈയും വിഷ്വലും തന്നെ ഏകദേശം സിങ്ക് ആയിട്ടാണ്. അതിന്റെ മൂവ്മെന്റ് സ്കൈക്കും ആ മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് വിഷ്വലിലുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പം ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി കാണിക്കാം. ഉണ്ടോ, ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട് വിഷ്വലിന്, അത് സ്കൈയിലേക്ക് അറ്റാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പ്ലേ ആവുന്നത് കുറച്ചിങ്ങനെ പിടിച്ചാണ് പ്ലേ ആവുന്നത്. നമുക്ക് നല്ലൊരു സിസ്റ്റം ഒക്കെ ആണെങ്കിൽ എന്താണ്, വളരെ സ്മൂത്ത് ആയിട്ട് ഇത് പ്ലേ ആവും. ഇവിടെ നോക്കേണ്ട കാണുന്നുണ്ടോ, ഫ്രെയിം റേറ്റ് 4, 10, 11 ഒക്കെ പറഞ്ഞിട്ടാണ് പ്ലേ ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് എന്താണ് അതിന്റെ കറക്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് കാണണമെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾ എഡിറ്റ് ടാബിലേക്ക് വരിക. എഡിറ്റ് ടാബിൽ വന്നതിന് ശേഷം ഈ ക്ലിപ്പിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റെൻഡർ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് റെൻഡർ കൊടുക്കുക. ഈ റെൻഡർ ഇൻ പ്ലേസ് കൊടുക്കുമ്പോൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അത് ഇതിന്റെ ഒരു കോപ്പി സേവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഫോൾഡറിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഉണ്ടോ, അത് അവിടെ ഒരു റെൻഡർ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇതിന്റെ ഒരു വിഷ്വൽ കോപ്പി അവിടെ ഉണ്ടാക്കി വെക്കാണ്. അപ്പം ഈ കോപ്പി ആയിക്കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് മൂവിയാണ്, അല്ലെങ്കിൽ ഒരു MP4 ഫയൽ. ഇപ്പം ഞാൻ MP4 ആണ് കൊടുത്തത്, ലോ റെസൊല്യൂഷൻ ഫയലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ റെൻഡർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ടിങ്ങിലേക്ക് വെച്ച് പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, കണ്ടോ, വളരെ സ്മൂത്ത് ആയിട്ട് സാധനം പ്ലേ ആവുന്നുണ്ട് അല്ലേ. അപ്പം ആക്ച്വലി അത് ഇതിന്റെ ഒരു റെൻഡർ കോപ്പിയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ഔട്ട്പുട്ട് ആണ്. ഇനി ഈ ക്ലിപ്പ് നമ്മൾ വീണ്ടും കളറിലേക്ക് വന്നു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്സ് ഒന്നും കാണില്ല. കാരണം അത് കമ്പോസ് ചെയ്ത ഒരു ക്ലിപ്പായിട്ടാണ് അവിടെ റെൻഡറായി വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ക്ലിപ്പായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഇതിലെന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റെൻഡർ ഇൻ പ്ലേസ് ആണ് ആദ്യം കൊടുത്തത്, അതിന്റെ തൊട്ട് താഴെ ഡീകമ്പോസ് ടു ഒറിജിനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡീകമ്പോസ് ടു ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതെന്തായി മാറും, നമ്മുടെ പഴയ ഒറിജിനൽ ക്ലിപ്പായിട്ട് മാറും. അപ്പൊ നമുക്ക് ഇതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിനി ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ്, ഇപ്പൊ എനിക്ക് കീയിങ്ങിൽ കുറച്ചുകൂടി കൂട്ടണം, അല്ലെങ്കിൽ ഇതിന്റെ കളർ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും പഴയ പോലെ ആക്കിയതിന് ശേഷം കളർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്ര കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.